ഇത് നടേശനാണ്, ശിവനാണ്. എടാ ഇജ്ജ് ശിവനാണടാ പൊട്ട. ഗണേശൻ അച്ഛനും അമ്മയ്ക്കും ചുറ്റി. അപ്പൊ അച്ഛനും അമ്മയ്ക്കിട്ട് പാര വെച്ചവനാണ് ഞാൻ ഈ ഗണേശൻ. അപ്പൊ തന്തക്കിട്ട് പാര വെച്ചവൻ ഈ ഗണേശൻ പറ്റി എന്ത് പറയാനാണ്? ഒറിജിനൽ ഗണേശനും ഡ്യൂപ്ലിക്കേറ്റ് ഗണേശനുണ്ട്. ഇത് നടേശനാണ്, ശിവനാണ്. ഈ ശിവന്റെ മകനല്ല, അത് വേറെ കണ്ടവനിലുണ്ടായ മകനാണ്. എടാ മൊയന്ത് വെള്ളപ്പള്ളി, ഇജ്ജ് എങ്ങനെയാടാ ശിവനാകുക? നാട്ടിലെ ജനങ്ങൾക്കും കേരളത്തിലെ മുഴുവൻ ജനതയ്ക്കും ഒരു അപമാനമായി മാറുന്ന നീ എങ്ങനെ ശിവൻ? ഒരു തീരെ എനിക്ക് കോമൺ സെൻസ് ഇല്ല ചങ്ങായി. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാ. അത് ശരിയാണ്, നടേശന്റെ മകനല്ല ഗണേശൻ, മനസ്സിലായില്ലേ? അത് നല്ല തന്തക്ക് പറഞ്ഞ മകനാണ്, നല്ല തന്തക്കുണ്ടായ മകനാണിത് ഗണേശൻ. നിന്നെ പോലെയല്ല. ആദ്യമായിട്ടാണോ പുള്ളി വിമർശിക്കുന്ന ആൾക്കാരെ? അവരവരുടെ സംസ്കാരം അനുസരിച്ച് അവർ സംസാരിക്കും. ആ സംസ്കാരം ആളുകളും തിരിച്ചറിഞ്ഞാൽ മതി. അതിന് മറുപടി ഒന്നും പറയാൻ ആ ലെവലല്ല എൻ്റെ ലെവൽ. കൾച്ചറില്ലാത്തവർ പലതും സംസാരിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ട കാര്യം നമുക്കില്ല. നമ്മൾ ആ ലെവലിലേക്ക് താഴെ, ഞാൻ ആ ലെവലിലേക്ക് താഴാൻ ആഗ്രഹിക്കുന്നു. അത് ഗണേശൻ പറഞ്ഞതാണ് ശരി. അവനവന്റെ സംസ്കാരം വെച്ചിട്ടുള്ള സംസാരങ്ങൾ അവർ സംസാരിക്കുന്നുള്ളൂ. കാരണം നടേശനെ ആ സംസ്കാരത്തിലാണ് അച്ഛനമ്മി വളർത്തിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നാട്ടിലെ ജനങ്ങളുടെ ഇടയിലൊക്കെ ഒരു അപമാനമായി മാറുന്ന നടേശൻ. വെള്ളാപ്പള്ളി എന്നുള്ളിടത്ത് പൊള്ള, പള്ളി എന്നുള്ളിടത്ത് വള്ളി. ഒരു പൊള്ളയായ വള്ളിയാണ് നടേശൻ. ആ പൊള്ളയായ വള്ളിമേൽ ആരും പിടിച്ചു തൂങ്ങാൻ നിൽക്കണ്ട. ആ വള്ളി അറ്റ് നേരെ കുട്ടിക്ക് ചാടും. അതുകൊണ്ട് ആ വള്ളിമ പിടിച്ച് കരക്കയറാമെന്ന് ആരും കരുതണ്ട, മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ എന്താക്കുക, ആ പൊള്ളയായ വള്ളിയിൽ ആരും തൂങ്ങാതെ അതിന്റെ വൈക്കങ്ങാണ്ട് പോയിക്കോട്ടെ, അതിങ്ങനെ പോയിക്കോട്ടെ, ആരും പിന്തുടരാൻ നിൽക്കണ്ട. ഓക്കെ, ലേശം വിവരമുള്ള ആളുകളെ പറയുന്ന വെച്ചാൽ പിന്നെയും പാടില്ലേ. ഒരു വിവരമില്ലാത്ത ഈ പൊള്ളയായ വള്ളി, പൊള്ളയായ വള്ളിയുടെ ആ ഒരു സംസ്കാരം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കൊന്നുമില്ല. ഇത് നടേശനാണ്, ശിവനാണല്ലോ. ശിവനെ വരെ അപമാനിക്കുന്ന രീതിയിലാണ് അവന്റെ വർത്താനം. ഏതായാലും പൊള്ളയായ വള്ളിയിൽ ആരും പിടിച്ചു തൂങ്ങാൻ നിൽക്കണ്ട, നിങ്ങൾക്ക് നഷ്ടമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ മറക്കാതെ ചെയ്യുക. നിങ്ങൾ ചെയ്താലല്ലേ നമുക്ക് വീഡിയോ ആയുള്ളൂ. നമ്മൾ വീഡിയോ ഇട്ടിക്കാണെങ്കിൽ നിങ്ങൾക്ക് കാണാം.